എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എടി ആശാരി മൂശാരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് അത് ആദ്യം കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ ചവിട്ടി അടയ്ക്കണ്ട. എന്തൊക്കെയായാലും ഈ അലമാരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ചവിട്ടല്ലേ? ചവിട്ടുന്നില്ല. ഫോൺ 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 വന്നതിന്റെ ഭാഗ്യം. ഹലോ ഹലോ, എന്താടി? ഞാൻ ബാംഗ്ലൂർ എത്തി. എപ്പോ? ഇന്ന് രാവിലെ. ആ എന്നാ നീ നേരെ ഇങ്ങ് പോരെ? വേണ്ട, ഞാൻ സന്ധ്യയുടെ കൂടെ നിന്നോളാം. എന്തിനാടി നീ വേറെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്നേ? എക്സാമിന് പോവാൻ അതാ എളുപ്പം. ആ എന്തെങ്കിലുമൊക്കെ ചെയ്. ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ നീ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാ. ദിവ്യ ബാംഗ്ലൂരിൽ ഏതോ എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പക്ഷെ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടാ താമസിക്കുന്നത്. അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ? അവളുടെ ചേട്ടൻ്റെ കൂടെ ഇപ്പൊ രാക്ഷസിയല്ലേ താമസിക്കുന്നത്. നോയിക്കോ, ഇത് സന്ധ്യയുടെ കൂടെ താമസിക്കാനാ പോകുന്നത്. എന്നിട്ട് അവൾ അത് ദിവ്യ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ താമസിച്ചില്ലെന്ന് പാടി നടക്കും. എടി, എന്റെ അനിയത്തി എന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കേട് എനിക്കല്ലേ? അത് ഞാനങ്ങ് സഹിച്ചു. സഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ. മനുഷ്യന് ദേഷ്യം വരിക. എന്തൊരു കഷ്ടം. ചവിട്ടരുതല്ലേ? ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഓരോ വീട്ടിലും ആൾക്കാർക്ക് ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറാൻ എന്നെ പോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും. എടാ ഞാനേ ഒരു 7:30 ആകുമ്പോൾ ടീല പാലസിലെത്താം. ഓക്കെ? സ്വാതി, ആ എന്തു പറ്റിയടി? മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റിയടി? എടി, അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇന്നെന്നെ ചെന്നൈയിൽ നിന്ന് റിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പ് കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ? അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ചു പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്ത് പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നീ വരാതെ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവും? എങ്ങനെയാലും പോ. ഈ ദിവ്യയുടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനൊന്നിനും പോരായിട്ട് അതിൻ്റെ ഇടയിലുള്ള അലമാരയും കൂടെ. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ. കാണിച്ചു തരാം ഞാൻ. ഓ ദൈവമേ, കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. പ്രസാദേ, ഞാൻ വരുന്നില്ലടാ. ഒന്നുമില്ല, സ്വാതിക്കൊരു തലവേദന. ഓക്കെ ശരി. എന്നാ ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. ഹലോ. ആ പറയടാ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലുന്ന ഡോക്യുമെന്റ്സുമായിട്ട്. നാളെയോ? അതെ അതെ അതെ, വക്കീൽ വിളിച്ചിരുന്നു. നാളെ കാലത്ത് ഹിയറിംഗ് ഉണ്ടെന്ന് സ്റ്റേഷനിൽ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നാളെ 10 മണിക്ക് എത്തണം രാവിലെ. 10 മണിക്ക് അതെടുത്ത് പോലീസ് സ്റ്റേഷൻ ചെല്ലാന്ന് പറ. നാളെ 10 മണിക്ക്. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ. ഇല്ല. നീ വിഷമിക്കില്ലേ, നമുക്ക് പുതിയ അലമാര വാങ്ങിക്കാം. എടാ, പുതിയ അലമാര മേടിച്ചതിനകത്ത് ഡോക്യുമെന്റ്സ് കാണോ? അതില്ല. പിന്നെ ഇവിടെ ഒന്ന് മേടിച്ചതിന്റെ തന്നെ പ്രശ്നം തീർന്നിട്ടില്ല. അതിന്റെ ഇടയിൽ പുതിയൊരു അലമാര. പിന്നെ നമുക്കിത് കുത്തി പൊളിച്ചൂടെ? എന്നാ പൊളിക്ക്. അരുടെ നീ പറഞ്ഞില്ലാതെ വേണേ ഞാൻ കുത്തി പൊളിക്കാൻ പോവാ. എന്നാ പോയി കുത്തിപ്പൊളിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ അലമാര പ്രശ്നമാണ്. ഇനി നീ കുടുംബാലം ഉണ്ടാക്കല്ലേ.
ഞാൻ ആ കടയിലേക്ക് വിളിച്ചിട്ടാ. അയാൾ പറഞ്ഞ അയാളുടെ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ അയാളൊന്ന് നോക്കാം, അല്ലെങ്കിൽ ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒന്ന് പോടാ അവിടെ നിന്ന്. എന്താ പിന്നെ ഇനി ഞാൻ ചുമന്നോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്ന പാട് നിനക്ക് അറിയാമല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കയറ്റാനും ഇറക്കാനൊന്നും. നീ പോയി ആ മരപ്പണിക്കാരനെ വിളിച്ചോണ്ടോ. എവിടുന്ന് കൊണ്ടുവരാൻ ആരെ? പിന്നെ ഇത്രയും നാളായിട്ട് മരപ്പണിക്കാരെ ഒന്നും അറിയാൻ പാടില്ല ബാംഗ്ലൂർ. എടാ നീ ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് വാ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഒരു വീട്ടിൽ വന്നിട്ട് ആളമാരിന്റെ പൂട്ടൊക്കെ തച്ചു വിളിക്കണത്? എന്റെ പൊന്നു ചേട്ടാ, വൈഫ് സ്ഥലത്തില്ലാത്തോണ്ടാ. ഇവന്റെ ആഹാ, അത് ശരി. നിങ്ങളെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭാര്യയുടെ അളമാരി കുത്തിപ്പൊളിച്ചിട്ട് നിങ്ങൾ മുതലടിച്ച് മാറ്റി അവസാനം കർണാടക പോലീസ് അടി ഞാൻ മേടിച്ചോട്ടെ എന്നല്ലേ? ആണാ? ചേട്ടാ, ഒന്നുമില്ലെങ്കിലും നമ്മള് മലയാളികളല്ലേ? ആണല്ലോ. വിട്ടോ, വിട്ടു പൊക്കോ. എടാ ഒരു പണിയണ്ടാ. എന്ത്? നമ്മുടെ പെണ്ണുങ്ങളെ തലമുടിയിൽ മറ്റേ ഷാമ്പു മറ്റേ കുത്തൂലേ, ഇയർബഡ്. എടാ സ്ലൈഡ്, അതുണ്ടെങ്കിൽ ഒരു പണി അങ്ങോട്ട് എടുത്താം. താക്കോലെടുത്ത് കൈ തന്നാ പോലും തുറക്കാൻ കഴിവില്ലാത്ത നീ ഒരു സ്ലൈഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ചുമ്മാ ഷോ കാണിക്കാതെ വേറെ പണി നോക്ക്. പോടാ. ഡാ ഈ സ്വാതന്ത്ര്യം കീ കൊണ്ടുപോയെന്ന് പറഞ്ഞത് എല്ലാം കൂടെ അവളുടെ ബാഗിലിട്ടങ്ങ് കൊണ്ടുപോയതാ. ഓ സ്പെയർ കീ എന്റെ വീട്ടിലാണെന്നാണ് അവളുടെ അമ്മ പറയുന്നത്. എന്റെ അമ്മ പറയുന്നത് എന്റെ കയ്യിലാണ്. ഞാൻ എന്ത് ചെയ്യും? ഈ തല്ലിപ്പൊളിക്കേണ്ട ഒരു കേട്ടാ. നീ അത് ബസ്സിനെങ്ങനെ കൊടുത്തുവിടാൻ പറ. പാതിരാത്രിക്ക് ബോംബെന്ന് ബസ്സിന് നടന്നു തന്നെ. എന്തൊക്കെ പറഞ്ഞാൽ ആ പൂട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് വലിയ പ്രശ്നമാവേ. എടാ നാളെ ഡോക്യുമെന്റ്സ് കൊടുത്തേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞേക്കാം. ഏത് പൂട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തുറക്കാൻ പറ്റുന്ന ഒരു കള്ളൻ? ഏത് കള്ളൻ? അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. നീ ഒന്ന് എടാ ഈ അലവലാതെ എവിടെയെങ്കിലും ഒന്ന് പൂട്ടിയിട്ട്. അടാ അതാകുമ്പോൾ മുറുക്കാൻ പോയി തുറക്കുന്ന പോലെ ഈസി ആയിട്ട് അവർ തുറന്നു തരും. ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം? എന്ത് കാര്യം? പൊട്ടനത് വിശ്വസിച്ച നമ്പറൊക്കെ മാറിയാ മാറി. ഹലോ, ഞാൻ ജസ്റ്റിനാ. എടാ തൊരപ്പൻ. അത് തന്നെ മനസ്സിലായാ? എടാ നിന്റെ പരിചയത്തിലേ വല്ല കള്ളന്മാരും വല്ലതും ഉണ്ടാ? വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പൂട്ട് വിളിക്കാൻ വേണ്ടിയാ. മലയാളിയാണ് ബെസ്റ്റ്. പിന്നെ വിശ്വസിക്കാൻ പറ്റിയൊരു കള്ളനായിരിക്കണം അല്ലേ? വിശ്വസിക്കാൻ പറ്റിയൊരു കള്ളനോ? എന്റെ സ്വന്തം പേരറിയാൻ പാടില്ല, ഏറ്റ പേരറിയാം. വിശ്വസിക്കാൻ പറ്റുന്നൊരു കള്ളൻ. എന്ത് കള്ളൻ? വിശ്വസിക്കണ്ടേ? മലയാളി. അവള് പോയിട്ട് മനസമാധാനമായിട്ട് അടിക്കാൻ വിചാരിച്ച് മേടിച്ചു വെച്ചാ. ഇനിയിപ്പോ മനസമാധാനം പോയതിന്റെ പേരിൽ അടിക്കാം. വന്നിട്ട് സാധനം. ഹലോ, ലിഫ്റ്റ് വഴി 10B2. ഓക്കെ. ദേ നമ്മുടെ കള്ളം വന്നു. ഇപ്പൊ ലിഫ്റ്റ് വഴി മുകളിലേക്ക് വരും. സെക്യൂരിറ്റി വിളിച്ചൊരു കള്ളം വേദോട് കയറ്റി വിടാൻ പറ. വേഗം പറ. ഇല്ലേ? എവിടെ പോയി? ഹലോ. ഫ്ലാറ്റ് നമ്പർ 10 ബി. ഓ, വേറെ സ്ഥലമാറാ. ഇത് ഓൾഡ് മോഡൽ പൂട്ടാണ് സാറേ. ഇത് തുറക്കാൻ കുറച്ച് ക്യാഷ് കൂടും. സ്റ്റെപ്പ് 1, ഓപ്പൺ ദി ബോക്സ്. അല്ല വെള്ളം ചേർക്കാറില്ലേ? ടൈം കിട്ടാറില്ല ചേട്ടാ ഇത് ബ്രാൻഡ്? അങ്ങനൊന്നുമില്ല, എന്ത് കുത്തിക്കയറ്റും. അതെല്ലേ, ഭീകരം. ഇതാണ് സ്ഥിരം യൂണിഫോം. അതെ, രാത്രി കാലങ്ങളിൽ ഞങ്ങളെ ആരും കാണരുത്. അപ്പൊ ഈ വെള്ളട്ടയ്യോ? ബ്ലാഡി ഫൂൾ. എനിക്ക് എന്നെ കാണണ്ടേ? ഇതാരാ കൂട്ടുകാരാ? അല്ല മഹാദുരന്തം. എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ. ഞങ്ങൾ എന്തിനു പുറത്തിറങ്ങണം? ഞങ്ങളുടെ തൊഴിൽ ആൾക്കാർ കാണുക ചെയ്യാൻ പാടില്ല സാർ. ഐ ആം റിവറി സോറി. എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജോബ് എനിക്ക് വേണ്ട സാർ. ഐ ആം എ ഹിയർ. പ്ലീസ്. ഒരു മണിക്കൂർ നിങ്ങൾ പുറത്തിറങ്ങി നിന്നാൽ മതി. ഞാൻ ന്യൂട്രലിൽ തുറന്നിട്ടങ്ങ് പൊക്കോളാം പ്ലീസ്. അല്ല ആയിക്കോട്ടെ. വേഗം പറ സാറേ, എനിക്ക് വേറെ ലൊക്കേഷനിൽ റിലാക്സ്. ആ വാച്ച് അവിടെ ഇരുന്നോട്ടെ സാർ. പുറത്തിരിക്കണമെന്നും ഞങ്ങൾ എടുക്കാറില്ല. ലൈറ്റ്സ് ഓഫ്. സ്റ്റെപ്പ് 2, ഓപ്പൺ ദി ലോക്ക്.
ഡാ കള്ളന്മാർക്ക് ഒരു എത്തിക്സ് ഉണ്ട്. അവൻ ലൈറ്റ് ഓഫ് ആക്കി കണ്ട. എന്റെ നാട്ടിൽ എത്തിക്സ് ഉള്ള ഒരു കളറുണ്ടായിരുന്നു. അതാരാ? മോഷണത്തിനിടയിൽ ഒരു ചേച്ചി അടിച്ചു വന്നിട്ട് ഇപ്പൊ സെൻട്രൽ ജയിലിൽ. എത്തിക്സ് കൂടിയാലും കുഴപ്പമാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറേ നേരമല്ലോ. എൻ്റെ അലമാരയ്ക്ക് വല്ലതും പറ്റിക്കാണോടാ? എടാ അദ്ദേഹത്തിന്റെ ടൂൾ കിട്ടും ആറ്റിറ്റ്യൂഡും ആ പ്രൊഫഷണലിസവും കണ്ടറിയാം. അലമാര തുറക്കാതെ തന്നെ നമുക്ക് സാധനം കൈ കിട്ടും. അല്ല ഞാൻ അവനെ വിളിച്ചത്. നിന്റെ അലമാരയ്ക്ക് ഒരു പോറൽ പോലും പറ്റില്ല. കാണാം. ആഠ്യത്യമുള്ള ആളാ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരമല്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ വരും. എടാ പ്രസാദ് ലൈറ്റ് ഒന്നുണ്ട്. ലൈറ്റ് ഇട്. ശ്രദ്ധിച്ച്. എടാ, ആ കുള്ളനോട്. എടാ, കള്ളൻ എവിടെ? എടാ അവൻ എവിടെ? എനിക്കെന്തറിയാം. ഡാ. എടീ, ഇവന് പൊളിച്ച് കൂട്ടാ. സ്വാതിയോട് എന്ത് പറയടാ? മാറാ, ഇത് ഞാൻ. അങ്ങനെ പണി നടന്നാ. അവക്കേ വേറെ പൂട്ട് വാങ്ങിച്ചു കൊടുക്കാം. വക്കീലേ ನೋಡಿ ಸರ್ ಎಲ್ಲ ಒರಿಜಿನಲ್ ಇದ್ದಾರೆ. കുറച്ച് വിക്കുണ്ടെങ്കിൽ സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്ന ആളാ. ഇരിക്കുന്നതിനോ? ഇതൊരു ലീഗൽ ടേമാ. ದಯವಿಟ್ಟು ಹೆಲ್ಪ್ ಮಾಡಿ ಸರ್. ಕೇರಳವಾ? Yes, sir. ಬೆಂಗಳೂರಲ್ಲಿ ಹಿಂಗೆಲ್ಲ ನಡೀತಾರೆ. ದಿಸ್ ಆಲ್ ಹ್ಯಾಪನ್ಸ್ ಇನ್ ಬ್ಯಾಂಗ್ಳೂರ್. ಡೋಂಟ್ ವರಿ, ಐ ಆಮ್ ಹಿಯರ್. ಶೆಟ್ಟಿ ಸರ್, ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ರೀ. ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ಬಂತ್ರಿ. ಬನ್ನಿ ಬನ್ನಿ ಬನ್ನಿ. ആരോ വണ്ടി ഇടിച്ച്. ಒಂದ್ 2 ಗ್ಲಾಸ್ ಕಾಫಿ ತನ್ರಿ. ಶೆಟ್ಟಿ ಸರ್ ಬಂದಿದ್ದಾರೆ. ಬೇರೆ ಏನ್ ಕೊಡ್ಲಿ ಶೆಟ್ಟಿ ಸರ್? ಏನ್ ಬೇಡ. ಬೇಡವಾ? ಯಾಕೆ ಸರ್, ಏನಾಯ್ತು? ಇವ್ರದ್ದು ಡಾಕ್ಯುಮೆಂಟ್ ಏನು ಸರಿಯಾಗಿಲ್ಲ ಸರ್. ಹುಡುಗರ ಯಾರೋ ಚೀಟಿಂಗ್ ಮಾಡ್ತಾರೆ. ಡಾಕ್ಯುಮೆಂಟಾ? ಜಾಗ ಓನರ್ ಯಾರ್ರಿ? ಇಲ್ಲಿದಾರಲ್ಲ ಅವರೇ ಓನರು. ನೀವೇನಾ? ಹಾಂ ಹೌದು. ಅವ್ರು ಇವ್ರಿಗೆ ಮಾರಾಟ ಮಾಡಿದ್ದಾರೆ. ಸರಿ, ಡಾಕ್ಯುಮೆಂಟ್ ತೋರಿಸಿ. ಸ್ವಲ್ಪ ನೋಡಿ ಸರ್. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ಏಯ್ ಸರ್, ಡಾಕ್ಯುಮೆಂಟ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆ ಅಲ್ರಿ? ಕಾರ್ಪೊರೇಷನ್ ರಿಜಿಸ್ಟ್ರೇಷನ್ ಬೇರೆ ಇದೆ ಅಲ್ರಿ? ಮತ್ತೇನ್ರಿ ಕಿರಿಕೋ? ಇಲ್ಲ ಸರ್, ಒರಿಜಿನಲ್ ಎಲ್ಲ ನಮ್ಮ ಹತ್ರ ಇದೆ. ಕಿರ್ಸ್ಬೇಡ್ರಿ, ಇಲ್ಲಿ ಕಿರ್ಸ್ಬೇಡ್ರಿ, ಕೋರ್ಟ್ಗೆ ಹೋಗಿ ಕಿರ್ಸ್ರಿ. നിങ്ങളുടെ ഡോക്യുമെന്റ് വ്യാജമാണെന്നും സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ നിൽക്കുന്ന ആളാണെന്നും ഈ ഉടമസ്ഥൻ ഷെട്ടിക്ക് വിറ്റതായിട്ടുള്ള രേഖകളും അവരുടെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ രജിസ്ട്രേഷനും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ಇನ್ಸ್ಪೆಕ್ಟರ್ ನೋಡಿ ಸ್ವಲ್ಪ. ಸರಿ 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 ಶೆಟ್ಟಿ ಸರ್, ಬೇಜಾರು ಮಾಡ್ಕೊಳ್ಬಿಡಿ, ನಾನು ನೋಡ್ಕೊಳ್ತೀನಿ ಇದು. ರೀ ವಕೀಲ್ರೆ, ಇಫ್ ಯು ಗೋ ಟು ದ ಕೋರ್ಟ್, ನಿಂಗ ಸೋತ್ ಬಿಟ್ರಂಗೆ ಯು ವೋಂಟ್ ವಿನ್ ದ ಕೇಸ್. ದ ಬೆಸ್ಟ್ ಥಿಂಗ್ ಈಸ್ நான் ஷெட்டிக்கிட்ட பேசுகிறோம், நீங்கள் ಸ್ವಲ್ಪ അഡ്ജസ്റ്റ്മെന്റ് பண்ணி ಸ್ವಲ್ಪ சில்லறை வாங்கி போயிடுங்க. ചില്ലറ വാങ്ങി സ്കൂട്ടാവണമെന്നേ ഞങ്ങൾ ആലോചിച്ചോളാം. പിന്നെ ഷെട്ടി ഇവനെങ്ങനെ ചവിട്ടി പുറത്താക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പാടാ ಬೇಡ. ಗೂಬೆಗಳಿಗೆ ಏನು ಅರ್ಥ ಆಗಲ್ಲ ರೀ. ನನ್ನ ಮಕ್ಕಳು ತಿರುಗಾ ಬಂದ್ರ. ഏയ് ക്യാ കർ രഹാ ബേ? ആരാടാ അത്? മാവനിറക്കിയ പിള്ളേര് കൊള്ളാം.
നല്ല വില വരാം അല്ലേ? അന്നേ നിനക്കൊന്ന് തരണം എന്ന് വിചാരിച്ചതാ. എടാ ഷെട്ടി, ഞങ്ങളുടെ സ്ഥലം കയ്യേറുമല്ലോടാ. ഒളിച്ച പത്ത് കളിക്കാനുള്ള തടിയാ. ഇങ്ങോട്ട് പോടാ. എടോ താനാണോ ശ്രീരാമ ഷെട്ടി? അടിക്കലിന് മുമ്പ് കരയണോ? അല്ലല്ലേ ഏത് അടിച്ചെന്നാലും ഈ കറിട്ടോമാരൊക്കെ കള്ളന്മാരാ. കോപ്പന്മാര് ഒരു തുള്ളി പോലും വെച്ചിട്ടില്ല. ഷെട്ടി വിട്ടു. അവന്റെ അമ്മയുടെ ബോഡി അല്ല പിന്നെ കൈയടിക്കടാ. തല്ലി വിട്ടാണല്ലോ. ചേട്ടാ ഇവനെ ഒന്ന് ഇടിക്കോ അല്ലെ? ഇവൻ നാട്ടിപ്പോ എല്ലായിടത്തും പറയും ഇവൻ ഓടിയായിരുന്നു. ബുധനാഴ്ച നീയാ തുറക്കണ്ടേ? தம்பி பாம்பு இருக்கா உங்ககிட்ட? എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുണ്ടാ? പുറത്തുണ്ട്. பரவாயில்ல, என்கிட்ட இருக்க. ஆச்சேட்டு சரி வல்கோ. എന്താ വയ്യേ? 2 ഒടിവ് കൂടുതലുണ്ടായിരുന്നു. ആണോ? എനക്കിട്ട് കിട്ടണ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ബോധം പോയി. ബോധം വന്നപ്പോഴേക്കും ഇവിടെ പോരൽ തുടങ്ങി. എന്താടാ? ഇവൻ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആവേശത്തിന് കൂടെ നിന്ന. ആ ഷെട്ടിയും കുറേ പേരും കൂടെ റൂമിൽ കയറി വന്നിട്ട് ഒരു ഷഡ്ഡി പോലും ഇടാൻ സമ്മതിക്കാതെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞടാ. എന്നിട്ട് എൻ മലയിലെ ജാഗർ നിലനിന്ന നോട്ടുടെ ശൂലമിട്ട് ഗുമസ്തിനി എന്നൊക്കെ പറഞ്ഞു. എന്തുവാടേത് അത് എന്ന് പറഞ്ഞാൽ ഇനിമേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ പോരുകാളെ വിട്ട് കുത്തിക്കുമെന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എടാ ഞാനിന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോൾ ഇവന്മാരെല്ലാരും കൂടെ എന്നെ കയറി വളഞ്ഞു. ഞാൻ പിന്നെ അവരുടെ കാല വീണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ബാംഗ്ലൂർ കണ്ടേക്കല്ലെന്നാ പറഞ്ഞിരിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ തല്ലിനും പിടിക്കൊന്നും പോണ്ടാന്ന്. മാമനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. നീ ആ വക്കീലിൽ നിന്ന് വിളിച്ചേ. ഒന്ന് സുപ്രമ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. മാമാ എവിടെ പോയി കിടക്കുക? ഞാനിങ്ങ് പോന്നടാ. ഇവിടെ നെല്ലിന് മരുന്നടിക്കുക. ആ ഷെട്ടിമാരെല്ലാം കൂടെ തിരിച്ചു തല്ലിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. വേഗം വന്നാൽ കാണാം. അല്ല നിങ്ങൾ എന്ത് പണി കാണിച്ച്? എടാ നമ്മളൊരു നാട്ടിൽ ചെന്ന് അവിടെ ഉള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ അതൊക്കൊന്ന് ആറി തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാവ് മാറി കണ്ടില്ലേ? ഞാനാണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങളോട് പറയാനും മറന്നുപോയി. എന്നാ ശരി വെക്കല്ലേ? സുപ്ര, ആ പാവം പിടിച്ച പിള്ളേരെയൊക്കെ തല്ലു കൊള്ളിച്ചല്ലേ? ഞാൻ തന്റെ പണി നോക്കിയാ മതി കേട്ടാ. ദേ കൂടുതൽ കളിച്ച വൈകുന്നേരം 1000ന്റെ നോട്ടങ്ങ് തരും കൂലിയായിട്ട്. പെട്ടുപോകും. എല്ലാ കള്ളപ്പണക്കാരും ഞങ്ങൾ പിടിക്കും കേട്ടാ. ഫോട്ടോ എടുത്തേ ഡൽഹിയിൽ അയച്ചു കൊടുക്കും. രാജ്യദ്രോഹികളും ഒറ്റത്തിനും വിടില്ല. സ്വാതി അത് ആ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോ എന്നിട്ട് സ്ഥലം തിരിച്ചു കിട്ടിയോ? അത് പിന്നെ അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. ഓ, അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. വെറുതെ അലമാര കളഞ്ഞത് മിച്ചം. എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചേട്ടന് തോന്നിയോ? എന്നിട്ട് എന്നോട് യൂബർ വിളിച്ചു വന്നോളെ. അത് ഞാൻ ആ സ്ഥലത്തിന്റെ പിറകെ ഒന്നും പറയണ്ട. എന്തോന്നടേ
നെക്ലസ് എന്തിയേ? അരുണേട്ടാ, എൻ്റെ അമ്മേ, അരുണേട്ടാ, എന്റെ നെക്ലസ് എന്തിയേ? എനിക്കറിയില്ല. നീ എന്നെ ഏൽപ്പിച്ചിട്ടാണോ പോയത്? ഞാൻ ഇതിനകത്ത് വെച്ച് ഈ അലമാര പൂട്ടിട്ട് എവിടെ നിന്ന് പോയേ? നിങ്ങൾ അറിയാതെ എവിടെ പോവാനാ? ഇവിടെ വേറെ ആരാ വന്നേ? ഇവിടെ വേറെ ആരും വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ അച്ചാർ കുപ്പി എങ്ങനെയാ പകുതിയായേ? അച്ചാറ് അവന്മാരുണ്ടായിരുന്നു കൂടെ. എന്ന് അവരോട് വിളിച്ച് ചോദിക്കേ ആരാ എന്റെ നെക്ലസ് എടുത്തെന്ന്. അവരാരും എടുത്തിട്ടില്ല, വെറുതെ അനാവശ്യം പറയരുത്. എന്നാ വേണ്ട, പോലീസ് കേസ് കൊടുക്കാം, അവരന്വേഷിക്കട്ടെ. എന്റെ നെക്ലസ്. ആ പൂട്ട് ഓർക്കാൻ ഞങ്ങൾ വേറൊരാളെ വിളിച്ചിരുന്നു. ആരെ? ഒരു കള്ളനെ വീട്ടിൽ വിളിച്ചു കയറ്റി അലമാരയും തകർത്തതിന്റെ നെക്ലസും പോയി. എന്നാ സ്ഥലം തിരിച്ചു കിട്ടിയോ? അതുമില്ല. കഷ്ടം തന്നെ. ചോദ്യ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. ആ സ്ഥലത്തിന്റെ വില കിട്ടി അതേപോലത്തെ 1000 അലമാര മേടിച്ചു നോക്കാം അവിടെ. എന്നിട്ട് കിട്ടിയില്ലല്ലോ. പോയപ്പോ 1000 അലമാര ഇപ്പൊ ഉള്ള അലമാര ഒന്നിച്ചു പോയില്ലേ? എന്നാ നീ പോയിട്ടെ പോലീസിലെ കേസ് കൊടുക്ക്, എന്നെ പിടിച്ചുകൊണ്ടോട്ടെ. സഹിക്കുന്നതിനൊരു അതിരുണ്ട്. ഈ അലമാര കാരണം ഞാൻ എന്തൊക്കെ ഏത് സമയത്താണ് ആ അലമാര അവിടെ കൊണ്ടുവയ്ക്കാൻ തോന്നിയത്? അത് എന്റെ അലമാരയോണ്ടല്ലേ എങ്ങനെ പൊളിച്ചത്? അത് ഒരു കാര്യമില്ലാണ്ട്. അത് അലമാരയല്ലേ, അമ്പലമൊന്നുമല്ലല്ലോ. മനുഷ്യന്റെ സമാധാനം. എന്നെ കിട്ടിയോണ്ടല്ലേ സമാധാനം പോയത്. എന്നാ ഞാൻ അങ്ങ് പോയേക്കാം. എന്നാ നീ അങ്ങ് പോടി. അരുണേട്ടാ, വേണ്ട.